ഇറാന്റെ തിരിച്ചടിയിൽ അമേരിക്കൻ സൈന്യത്തിനുണ്ടായ നാശനഷ്ടങ്ങളുടെ കണക്കുകൾ പെന്റഗൺ മനഃപൂർവ്വം മറച്ചുവെക്കുകയാണോ എന്ന ചോദ്യം അന്താരാഷ്ട്ര തലത്തിൽ വലിയ നയതന്ത്ര ചർച്ചകൾക്കും വിവാദങ്ങൾക്കും തിരികൊളുത്തിയിരിക്കുകയാണ്. വിദേശ മാധ്യമമായ ദി ഇന്റർസെപ്റ്റ് പുറത്തുവിട്ട പുതിയ അന്വേഷണാത്മക റിപ്പോർട്ടാണ് ഇത്തരമൊരു ഗൗരവമേറിയ സംശയത്തിലേക്ക് ആഗോള സമൂഹത്തിന്റെ ശ്രദ്ധ ക്ഷണിച്ചിരിക്കുന്നത്. പരമ്പരാഗതമായി ഉപയോഗിച്ചു വന്നിരുന്ന ഡിഫൻസ് കാഷ്വാലിറ്റി അനാലിസിസ് സിസ്റ്റം മാറ്റി നിർത്തി അമേരിക്കൻ സൈന്യത്തിലെ മരണങ്ങളും പരിക്കുകളും രേഖപ്പെടുത്താൻ പെന്റഗൺ പുതിയൊരു സംവിധാനം നടപ്പിലാക്കിയതാണ് പ്രധാന തർക്കവിഷയം. ജൂലൈ 7 മുതലുള്ള സൈനികരുടെ കണക്കുകൾ ഓവർസീസ് ഓപ്പറേഷൻസ് എന്ന പുതിയ തരം തിരിവിലേക്ക് മാറ്റിയതായി ദി ഇന്റർസെപ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ പുതിയ തരംതിരിവ് കാരണം യഥാർത്ഥത്തിൽ യുദ്ധക്കളത്തിലോ പ്രത്യാക്രമണങ്ങളിലോ പരിക്കേറ്റ സൈനികരുടെ വിവരങ്ങൾ കൃത്യമായി പൊതുജനങ്ങളിലേക്കോ മാധ്യമങ്ങളിലേക്കോ എത്താതിരിക്കാൻ കാരണമാക്കുന്നു എന്നാണ് ഉന്നയിക്കപ്പെടുന്ന വിമർശനം. നിലവിലെ ഔദ്യോഗിക കണക്കുകൾ പ്രകാരം പരിക്കേറ്റ അല്ലെങ്കിൽ കൊല്ലപ്പെട്ട സൈനികരുടെ എണ്ണം 704 ആണെന്നാണ് വൈറ്റ് ഹൌസും പെന്റഗണും അവകാശപ്പെടുന്നത്. എന്നാൽ തങ്ങൾ നടത്തിയ സമഗ്രമായ അന്വേഷണത്തിൽ യഥാർത്ഥ കണക്കുകൾ 900 കടക്കുമെന്നാണ് ദി ഇന്റർസെപ്റ്റിന്റെ റിപ്പോർട്ടിൽ പറയുന്നത്. അമേരിക്കൻ ജനതയ്ക്കിടയിലും ജനപ്രതിനിധികൾക്കിടയിലും സൈനിക നാശനഷ്ടങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു പോകുന്നത് രാഷ്ട്രീയമായി തിരിച്ചടിയാകുമെന്ന് കണ്ടാണ് പെന്റഗൺ ഇത്തരമൊരു വിവരശേഖരണ മാറ്റം വരുത്തിയതെന്ന വാദവും ശക്തമാണ്. എന്നാൽ തങ്ങൾക്കെതിരെ ഉയരുന്ന ആരോപണങ്ങളെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ട് പെന്റഗൺ ഔദ്യോഗികമായി രംഗത്തെത്തിയിട്ടുണ്ട്. സൈനിക നാശനഷ്ടങ്ങൾ മറച്ചുവെക്കാൻ ശ്രമിക്കുന്നു എന്ന വാദം തികച്ചും അടിസ്ഥാനരഹിതവും ദുരുദ്ദേശപരവുമാണെന്ന് പ്രതിരോധ വകുപ്പ് വക്താക്കൾ വ്യക്തമാക്കി. സൈനികരുടെ വിവരങ്ങൾ സുതാര്യമായി രേഖപ്പെടുത്തുന്നുണ്ടെന്നും സുരക്ഷാപരമായ ആവശ്യങ്ങൾക്കും വിവരങ്ങളുടെ കൃത്യത ഉറപ്പുവരുത്താനുമാണ് ഭരണപരമായ ചില മാറ്റങ്ങൾ വരുത്തിയതെന്നുമാണ് പെന്റഗൺ നൽകുന്ന വിശദീകരണം. അതേസമയം മേഖലയിൽ അമേരിക്കയ്ക്കുണ്ടായ നാശനഷ്ടങ്ങളെ കുറിച്ച് മുൻപും കടത്തി അവകാശവാദങ്ങളുമായി രംഗത്തെത്തിയിട്ടുള്ള ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ഈ വിഷയം കൂടുതൽ സങ്കീർണമാക്കുന്നു. തങ്ങളുടെ പ്രത്യാക്രമണങ്ങളിൽ 200-ലധികം അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നാണ് IRGC തറപ്പിച്ച് പറയുന്നത്. വാഷിംഗ്ടണും ടെഹ്റാനും തമ്മിലുള്ള വാക്പോരും വിവരയുദ്ധവും കൊടുമ്പിരി കൊള്ളുന്ന സാഹചര്യത്തിലാണ് ഈ റിപ്പോർട്ട് പുറത്തുവരുന്നത്. പശ്ചിമേഷ്യയിൽ തങ്ങളുടെ സ്വാധീനവും സൈനിക പ്രതിച്ഛായയും നിലനിർത്താൻ ഇരു രാജ്യങ്ങളും പരസ്പരം കണക്കുകൾ പർവ്വതീകരിക്കുകയും അല്ലെങ്കിൽ മറച്ചുവെക്കുകയും ചെയ്യുന്നുവെന്ന ആരോപണവും ശക്തമാണ്. അമേരിക്കയിൽ വരാനിരിക്കുന്ന രാഷ്ട്രീയ നീക്കങ്ങളിലും ആഭ്യന്തര ചർച്ചകളിലും ഈ വെളിപ്പെടുത്തൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. സ്വന്തം സൈനികരുടെ ജീവനും സുരക്ഷയ്ക്കും മുൻഗണന നൽകാതെ വിദേശ രാജ്യങ്ങളിലെ യുദ്ധങ്ങളിൽ ഏർപ്പെടുന്നത് അമേരിക്കൻ ജനതയ്ക്കിടയിൽ എന്നും എതിർപ്പുണ്ടാക്കിയിട്ടുള്ള വിഷയമാണ്. നാശനഷ്ടങ്ങളുടെ കാര്യത്തിൽ വിവരങ്ങൾ മൂടിവെക്കാൻ പെന്റഗൺ ശ്രമിക്കുന്നുവെന്ന വാർത്തകൾ പുറത്തു വന്നതോടെ ഗൾഫ് മേഖലയിലെ അമേരിക്കൻ സൈനിക താവളങ്ങളുടെ സുരക്ഷയും വീണ്ടും ചർച്ചയാവുകയാണ്. ഇറാനും അവരുടെ സഖ്യസേനകളും നടത്തുന്ന ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളെ തടയാൻ അത്യാധുനിക പ്രതിരോധ സംവിധാനങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ എന്ന ചോദ്യവും ഇതിലൂടെ ഉയരുന്നുണ്ട്. ഇറാന്റെ ഭാഗത്ത് നിന്ന് തുടർച്ചയായി ഉണ്ടാകുന്ന തിരിച്ചടികൾ അമേരിക്കൻ വിദേശ നയത്തെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. മധ്യപൂർവേഷ്യയിൽ നേരിടുന്ന വൻ തിരിച്ചടികൾ പരസ്യമായി സമ്മതിക്കുന്നത് മേഖലയിലെ മറ്റു സഖ്യകക്ഷികളുടെ ആത്മവിശ്വാസത്തെ തകർക്കുമെന്നും അമേരിക്ക ഭയപ്പെടുന്നു. അതുകൊണ്ട് തന്നെ സൈനികരുടെ നാശനഷ്ടങ്ങൾ കുറച്ചു കാണിക്കുന്നത് തന്ത്രപരമായ ഒരു രാഷ്ട്രീയ നീക്കത്തിന്റെ ഭാഗമായിരിക്കാമെന്ന് ഭൗമരാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് അത്യാധുനിക ആയുധങ്ങളും ഡ്രോണുകളും ഉപയോഗിച്ചാണ് ഇറാൻ അമേരിക്കൻ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയത്. സൈനിക താവളങ്ങൾക്ക് വലിയ തോതിൽ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്നും നിരവധി പേർക്ക് കടുത്ത ആഘാതങ്ങൾ ഏറ്റിട്ടുണ്ടെന്നും ചില പ്രാദേശിക കേന്ദ്രങ്ങളും സൂചന നൽകുന്നുണ്ട്. അമേരിക്കൻ കോൺഗ്രസിലും വിഷയത്തിൽ അന്വേഷണം വേണമെന്നേ ആവശ്യം ഉയർന്നേക്കാം. ഭരണകൂടം സൈനിക കണക്കുകളിൽ കൃത്രിമം കാണിക്കുന്നുണ്ടോ എന്ന കാര്യം വ്യക്തമാക്കാൻ പെന്റഗൺ കൂടുതൽ വ്യക്തതയുള്ള വിവരങ്ങൾ പുറത്തുവിടാൻ നിർബന്ധിതരായേക്കും. വിവരങ്ങൾ മറച്ചുവെക്കുന്നത് ജനാധിപത്യപരമായ സുതാര്യതയ്ക്ക് നിരക്കുന്നതല്ലെന്ന വാദത്തിന് അമേരിക്കൻ മാധ്യമങ്ങൾക്കിടയിൽ വലിയ പിന്തുണയാണ് ലഭിക്കുന്നത്. പശ്ചിമേഷ്യയിലെ സംഘർഷം കൂടുതൽ സങ്കീർണമായ ഒരു ഘട്ടത്തിലേക്ക് കടക്കുകയാണെന്നാണ് ഈ പുതിയ വിവാദം വ്യക്തമാക്കുന്നത്. ആയുധങ്ങൾ കൊണ്ടുള്ള പോരാട്ടത്തിന് ഒപ്പം തന്നെ മാധ്യമങ്ങളിലൂടെയും കണക്കുകൾ കൊണ്ടുമുള്ള ഈ പ്രചാരണ യുദ്ധവും ശക്തമായി തുടരുകയാണ്. സ്വതന്ത്ര മാധ്യമ പ്രവർത്തകനും സമുദ്ര സൈനിക നിരീക്ഷകർക്കും ഈ മേഖലകളിൽ നേരിട്ടെത്തുന്നതിന് കടുത്ത നിയന്ത്രണങ്ങളുണ്ട്.
തന്മൂലം ഔദ്യോഗിക പ്രതികരണങ്ങളെയും ഇത്തരം വെളിപ്പെടുത്തലുകളെയും മാത്രം ആശ്രയിക്കേണ്ടി വരുന്നത് യഥാർത്ഥ വിവരങ്ങൾ പുറത്തുവരുന്നതിന് വലിയ തടസ്സമാണ്. ഇറാൻ പ്രതിരോധ മന്ത്രാലയവും IRGCയും ഈ റിപ്പോർട്ട് തങ്ങളുടെ വാദങ്ങൾക്കുള്ള തെളിവായി ഉയർത്തിക്കാട്ടാൻ സാധ്യതയേറെയാണ്. അമേരിക്കൻ ഭീഷണികൾക്ക് മുൻപിൽ തങ്ങൾ നടത്തിയ തിരിച്ചടികൾ കൃത്യവും വിനാശകരവുമായിരുന്നുവെന്ന് സ്വന്തം ജനങ്ങളെയും അന്താരാഷ്ട്ര സമൂഹത്തെയും വിശ്വസിപ്പിക്കാൻ ഇത് ടെഹ്റാന് കൂടുതൽ കരുത്തു നൽകും. സൈനികരുടെ യഥാർത്ഥ കണക്കുകൾ രേഖപ്പെടുത്തുന്നതിൽ വന്ന ഈ മാറ്റം വെറുമൊരു ഭരണപരമായ പുനഃസംഘടനയാണോ അതോ യുദ്ധത്തിന്റെ യഥാർത്ഥ നാശനഷ്ടങ്ങൾ ലോകത്തിൽ നിന്ന് ഒളിക്കാനുള്ള ശ്രമമാണോ എന്നത് വരും ദിവസങ്ങളിൽ കൂടുതൽ വ്യക്തമാക്കും. ഈ തർക്കങ്ങളും വിവാദങ്ങളും വിരൽ ചൂണ്ടുന്നത് പശ്ചിമേഷ്യയിൽ പുകയുന്ന കടുത്ത യുദ്ധ യാഥാർത്ഥ്യങ്ങളിലേക്കാണ്. സമാധാന സാധ്യതകൾ മങ്ങുകയും സംഘർഷം കൂടുതൽ വഷളാവുകയും ചെയ്യുമ്പോൾ ഇരുപക്ഷത്തും ഉണ്ടാകുന്ന നാശനഷ്ടങ്ങളുടെ ഭാരം ചുമക്കേണ്ടി വരുന്നത് സാധാരണക്കാരായ സൈനികരും അവരുടെ കുടുംബങ്ങളുമാണ്.